പൊന്നാനി ലൈറ്റ് ഹൗസിന്റെ താഴ്ഭാഗം ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾ ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ 1 കിലോ ട്രാഷ് വെച്ച് കളക്ട് ചെയ്യും. ഈ വേസ്റ്റുകളെല്ലാം ദിവസേന ഇവിടെയുള്ള പരിസരവാസികൾ കൊണ്ടേ ഇടുന്നതാണ്. ഇവിടെ നിന്നും പുറത്തുനിന്നാരും അധികം ഇങ്ങ വന്ന് വേസ്റ്റുകൾ ഇടാറില്ല. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇതുപോലെ മലിനമാക്കുന്നത്. ബീച്ച് സൈഡാണ്. 9 മണിയാകുമ്പോൾ വെയിലായി തുടങ്ങും. അതുകൊണ്ട് 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആളുകൾ വരാനായി നോക്കി നിന്നില്ല. കാരണം വെയിലായി കഴിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ. കൊല്ലത്തും തൃശ്ശൂരും ഒക്കെ വെയിലിന്റെ ചൂട് നന്നായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വേസ്റ്റുകളെല്ലാം ഇതുപോലെ കെട്ടിക്കിടക്കുകയാണ്. ഇതെല്ലാം ഓരോന്നോരോന്നായി പെറുക്കിയെടുക്കൽ മാത്രമേ രക്ഷയുള്ളൂ. കുറച്ചു ഭാഗം വരുമ്പോൾ തന്നെ കൂടുകൾ നിറഞ്ഞു തുടങ്ങി. എങ്ങനെയെങ്കിലും ഇത് മുഴുവൻ വാരി തീർക്കണം. 10-20 കൂടുമായി വന്നതാണ്. കൂടൊന്നുമില്ല, എല്ലാം തീർന്നു പോയിരിക്കുന്നു. അത്രമാത്രം വേസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. കൂട് വാങ്ങിക്കാനായി ഗോപീഷ് പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ചധികം വേസ്റ്റുകളെല്ലാം അടിച്ചിതുപോലെ കൂട്ടിവെക്കാമെന്നോർത്തു. അവിടുത്തെ വേസ്റ്റുകളെല്ലാം അടിച്ചു കൂട്ടിയപ്പോൾ ഗോപീഷ് കവറുമായി എത്തിയിരുന്നു. എങ്കിൽ പിന്നെ പി സൈഡിലെ വേസ്റ്റുകളെല്ലാം ഇതുപോലെ പെറുക്കിയെടുക്കാമെന്നോർത്തു. കൂടുതലും ഫുഡ് വേസ്റ്റുകളാണ്. ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം കുടഞ്ഞു കളഞ്ഞ ശേഷം പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം തരംതിരിച്ചാണ് വാരിയെടുക്കുന്നത്. അതാകുമ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. തൽക്കാലം ഞങ്ങൾ ഈ കവറിലേക്ക് എല്ലാം ആക്കിയാക്കി വെക്കുകയാണ്. വേസ്റ്റുകൾ ഇടുന്നവരാരും ഒരു സ്ഥലങ്ങളിൽ കൂട്ടിവെക്കുന്നില്ല. എല്ലാവരും പല സ്ഥലങ്ങളിലായി ഇതുപോലെ ചിതറി എറിയുകയാണ്. അതും കല്ലിൻ്റെയിലൊക്കെയാണ് കൊണ്ടുപോയി തള്ളിയിരിക്കുന്നത്. ഇതൊക്കെ വാരിയെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണ വേസ്റ്റുകളെല്ലാം തരംതിരിച്ച ശേഷം അവിടെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം അടിച്ചുകൂട്ടാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ഒരുപാടുണ്ട്. ഓരോന്നോരോന്നായി ഇതുപോലെ പെറുക്കിയെടുക്കുക എന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ചൂലുമായി പതിയെ ഇറങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ വീഡിയോ കണ്ട ഒരാൾ നമ്മുടെ ഒപ്പം ചേരാനായി 30 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു വന്നത്. ബ്രോ പേരെന്താണ്? എവിടെ വരുന്നത്? 30 കിലോമീറ്റർ രാവിലെ വണ്ടി ഓടിച്ചു വന്ന വെച്ചാണ് ഇന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം ബ്രോ. വീണ്ടും ഞങ്ങൾ പരിപാടിയിലേക്ക് ഇറങ്ങി. ഈ തവണ കട്ടികൂടിയ ഗ്ലൗസ് ആണ് ഇട്ടത്. കാരണം ഇവിടെയെല്ലാം ഒരുപാട് സിറഞ്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ജോലികൾ പുരോഗമിക്കുന്നതിനിടയിൽ കുറച്ച് ആളുകൾ കൂടി എത്തിയിട്ടുണ്ട്. ഇതാണ് ആസിഫ്. ആസിഫാണ് ഇന്നലെ ഇവിടെ വന്നപ്പോൾ മുതലുള്ള ഞങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തന്നത്. ആസിഫിന്റെ ക്ലബ്ബിലെ പിള്ളേരെല്ലാം കൂട്ടിയാണ് ആസിഫ് വന്നിരിക്കുന്നത്. ആസിഫ് ഇന്ന് ജോലിക്ക് പോലും പോയില്ല. എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള നമ്മുടെ യാത്രയിൽ ഏറ്റവും അധികം ആളുകൾ വന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടെന്ന്. എല്ലാവരും കൂടെ ആയപ്പോൾ നല്ല ഉഷാറായി. സമയം പോകുന്ന അറിയുന്നേ ഇല്ല. എല്ലാവരുമായി നല്ല വർത്തമാനം പറഞ്ഞൊക്കെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് പരിപാടികളെല്ലാം തീരുന്നുണ്ട്. വെയിലാവുന്നതിന് മുമ്പ് തന്നെ തീർക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ നീല ഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തി ഒരു ഡോക്ടറാണ്. തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അദ്ദേഹം. നമ്മുടെ വീഡിയോ കണ്ട് വന്നതാണ്. അദ്ദേഹത്തിന് 9 മണിക്ക് ജോലിക്ക് കയറേണ്ടതാണ്. എന്നിട്ടും അദ്ദേഹം കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ ഒപ്പം 2 മണിക്കൂറോളം ജോലി ചെയ്യാൻ കൂടി. ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. എല്ലാവരും കൂടി വന്നപ്പോൾ പരിപാടി ഉഷാറായി. എല്ലാം ടപ്പയെന്ന് തീരുന്നുണ്ട്. എന്ന് വെച്ച് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? നമ്മളും നല്ല കട്ടയ്ക്ക് പിള്ളേരൊപ്പം അങ്ങ് നിന്നു. പരിപാടികളെല്ലാം ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്കായി. ബി സൈഡിലെ ഏരിയകളെല്ലാം ഏകദേശം ഫിനിഷിലേക്കായി. ഇനിയിപ്പോൾ ഉള്ളത് അതിൻ്റെ അപ്പുറവശത്തെ കുറച്ച് ഏരിയയാണ്. അവിടെയാണ് ഏറ്റവും അധികം ആളുകൾ കൊണ്ട് വേസ്റ്റ് ഇടുന്നത്. ഒരു വേസ്റ്റ് ബിൻ ഏരിയ ആണത്. പക്ഷേ ആരും അവിടെ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്നില്ല. ആ വേസ്റ്റുകളെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇനി വേസ്റ്റുകൾ ഇട്ട് കഴിയുമ്പോൾ കൊണ്ടുപോകാനായി വളരെ എളുപ്പമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വേസ്റ്റ് ബിൻ. നല്ല ഗ്രില്ലൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വേസ്റ്റുകളും ഒരുപാടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ആരുമൊന്നും വേസ്റ്റ് കളക്ട് ചെയ്യുന്നില്ല. ആയതിനാൽ തന്നെ ഇത് മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ഇത് മാത്രമല്ല, ഇത് നിറഞ്ഞതുകൊണ്ട് ഇതിനടുത്തേക്ക് ആളുകളൊന്നും അടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരിസര പ്രദേശങ്ങളിലാണ് കൊണ്ടുപോയി കൂടുതൽ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ അകമൊന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് ഓർത്തു. അതിനകത്തേക്ക് കയറാൻ തന്നെ വളരെയധികം പണിപ്പെട്ടിരുന്നു. കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ മുട്ടോളം ഉണ്ടായിരുന്ന വേസ്റ്റുകൾ ഓരോന്നോരോന്നായി പതിയിരുന്ന് പെറുക്കിയെടുത്തു. എല്ലാം പതിയെ ചാക്കിലേക്കാക്കി. കൂടുതൽ ഫുഡ് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതിനുള്ള വേസ്റ്റുകൾ ഏറെക്കുറെ നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നിവർത്തി വെക്കണം. കാരണം അത് മണ്ണിൽ പതിഞ്ഞാണ് ഇരിക്കുന്നത്. ഇരുമ്പിൻ്റെ സാധനമല്ലേ, പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകുമല്ലോ. ആദ്യം തന്നെ ഞങ്ങൾ അടിയിൽ കുറേ കല്ലുകളൊക്കെ വെച്ച് അത് നിവർത്തി വെച്ചു. കാണുന്നത് പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. ഒരുപാട് പണിപ്പെട്ടു ഇങ്ങനെ നാക്കി വെക്കാൻ. ജോലികൾ ഏകദേശം ഫിനിഷ് ആയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ചക്കുകളെല്ലാം കൂട്ടി ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക എന്നതാണ്. എന്തുമാത്രം വേസ്റ്റാണ് ചെറിയൊരു ഏരിയയിൽ നിന്ന് മാത്രം കൂട്ടിവെച്ചത് എന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. രാവിലെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്താണ് ഈ പെൺകുട്ടി നമ്മുടെ ഒപ്പം പങ്കുചേരാനായി എത്തിയത്. വർക്കുകൾ തീരാനുള്ള സമയമായപ്പോൾ ആണെങ്കിൽ പോലും വന്നതിൽ ഒരുപാടധികം സന്തോഷം. വരാൻ കാണിച്ച മനസ്സിന് ഒരുപാടധികം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ ഉള്ളത് വെറും പൊടി ക്ലീനിങ്ങുകൾ മാത്രമാണ്. വലിയ വേസ്റ്റുകളെല്ലാം വാരിയെടുക്കുമ്പോൾ ചെറിയ വേസ്റ്റുകളെല്ലാം ചിതറിക്കിടക്കുമല്ലോ. ആ വേസ്റ്റുകളൊക്കെ ഒന്ന് അടിച്ചുകൂട്ടി വാരിയെടുക്കണം. അത്രയുമുള്ള കാര്യം. അതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്തു കഴിഞ്ഞുള്ള അവസാന കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ കാഴ്ച എന്ന് നിങ്ങൾ ഓർക്കുക.